Welcome to Quantum Mechanics, part 43. Compton effectൻ്റെ കോംപ്റ്റൺ ഷിഫ്റ്റിനുള്ള ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. ഈ പോസ്റ്റിങ്ങിൽ അതിനെക്കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് ആഡഡ് ആവും. ഫസ്റ്റ് വൺ, what is the significance of Compton effect? അല്ലെ ഇമ്പോർട്ടൻസ്. ഫോട്ടോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഏറ്റവും ശക്തമായിട്ട് ഉറപ്പിച്ച എക്സ്പെരിമെൻ്റാണ് കോംപ്റ്റൺ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്. പിന്നെ ഉണ്ടൊരു കാര്യം, ഇത് 1923 നടന്നത്. ക്വാണ്ടം തിയറിയുടെ ഉറവിടവും ഏതാണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇത് ക്വാണ്ടം തിയറിയുടെ സ്വീകാര്യത സംശയത്തിൽ നിന്ന കാലഘട്ടം കൂടെ. അപ്പോൾ ഫിസിസിസ്റ്റുകളെ ക്വാണ്ടം തിയറി അംഗീകരിക്കാൻ കൂടുതൽ പ്രചോദനം കൊടുത്ത ഒരു എക്സ്പെരിമെൻ്റെന്നും ഇതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആൻസർ പറയുമ്പോൾ, കോംപ്റ്റൺ എഫക്റ്റ് പ്രൊവൈഡ്സ് വൺ ഓഫ് ദി മോസ്റ്റ് കൺക്ലൂസീവ് എവിഡൻസസ് ഓഫ് ദി പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. മാർക്കിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ പറയാം, it also provides a solid experimental support to quantum theory. Next, അടുത്ത ചോദ്യം, give the assumptions adopted by Compton in explaining the results of his experiment. ഒരു റേഡിയേഷൻ ഗ്രാഫൈറ്റ് ബ്ലോക്കിലോട്ട് വീഴ്ചപ്പോൾ, എക്സ്റേ റേഡിയേഷൻ ഗ്രാഫൈറ്റ് കാർബൺ ബ്ലോക്കിലോട്ട് വീഴ്ചപ്പോൾ പല ആംഗിളിൽ സ്കാറ്റർ ചെയ്ത വേവ് ലെങ്ത്തും ഇൻറ്റൻസിറ്റിയൊക്കെ അളന്നപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് കൂടാതെ അതിനേക്കാൾ കൂടിയ വേവ് ലെങ്ത്തും കൂടെ പുറത്തു വരുന്നു. ഇതാ കോംപ്റ്റൺ എഫക്റ്റ്. ഒരു വേവ് ലെങ്ത്ത് അതിനേക്കാൾ കൂടിയ വേവ് ലെങ്ത്തുള്ള ഒരു റേഡിയേഷൻ കൂടെ പുറത്തു വരുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം തിയറി ഫോം ചെയ്തു. അതിന് ഉപയോഗിച്ച അസംഷൻസ് ഏതൊക്കെ എന്നുള്ളത്. ഒന്ന്, ക്വാണ്ടം റേഡിയേഷൻ ക്വാണ്ടൈസ്ഡ് ആയ എനർജി എന്നുള്ള ഒരു അസംഷൻ. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് എ ക്വാണ്ടൈസ്ഡ് ഫോം എനർജി ഫോം വിത്ത് എനർജി പെർ ക്വാണ്ടം എച്ച് ന്യൂ. ഐൻസ്റ്റൈനും ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അത് തന്നെയായിരുന്നല്ലോ അഡോപ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ പോയിൻ്റ്, ഒബ്സർവ്ഡ് എഫക്റ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ഇലാസ്റ്റിക് കൊളിഷൻ ബിറ്റ്വീൻ എ ക്വാണ്ടം ഓഫ് റേഡിയേഷൻ, അല്ല ഫോട്ടോണെന്നും പറയാം, ആൻഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണും ഫോട്ടോണും തമ്മിലുള്ള ഇലാസ്റ്റിക് കൊളിഷൻ്റെ റിസൾട്ടാണ് കോംപ്റ്റൺ സ്കാറ്ററിങ് എന്നാണ് അസ്യൂം ചെയ്തത്, തിയറി ഫോം ചെയ്തത്. മൂന്നാമത്തത്, കൺസർവേഷൻ ലോസ് ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം ആർ ഒബെയ്ഡ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സാധാരണ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചു. ലാസ്റ്റ് എന്ന് പറയണ്ട, നമുക്ക് അത്രയൊക്കെ മതി. ഇലക്ട്രോൺ ഈസ് അൺബൗണ്ട് ആൻഡ് അറ്റ് റെസ്റ്റ്. സത്യത്തിൽ കാർബണിലെ ഇലക്ട്രോൺ, ഈ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോൺ ബൗണ്ട് ഇലക്ട്രോൺ, കാർബണിലെ എനർജി സ്റ്റേറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഇലക്ട്രോണാണ്. പക്ഷേ അത് ഫ്രീ ഇലക്ട്രോൺ ആണെന്നല്ല, അൺബൗണ്ട് ഇലക്ട്രോൺ ആണെന്ന്. ബൗണ്ട് ആറ്റമായിട്ടും ബൗണ്ട് അല്ല എന്നുള്ള ധാരണയിലും
ഇത് അറ്റ് റെസ്റ്റിലാണ് ഫോട്ടോൺ ചെന്നിരിക്കുമ്പോൾ എന്നുള്ള അസംഷൻ കൂടി അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ സ്പെക്ട്രൽ ബ്രോഡനിങ് എക്സ്പെരിമെൻറ്റിൽ കണ്ടു. ഈ ലോങ്ങർ വേവ് ലെങ്തിൽ അല്പം ഒരു വേവ് ലെങ്ത് റേഞ്ച് ആയിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിന് കാരണം ഈ അസംഷൻ, ഫ്രീ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് അല്ല സത്യത്തിൽ, ഇത് മൂവിങ്ങാണ്. അപ്പോൾ അത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 4 അസംഷൻസാണ് മെയിനായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, ഒരു പോയിൻ്റ് ഓർത്തിരുന്നാൽ മതി. ഇൻ ദി ഒറിജിനൽ എക്സ്പെരിമെൻറ്റ് കോംപ്ടൺ യൂസ്ഡ് എ ഗ്രാഫൈറ്റ് ബ്ലോക്ക് ആസ് ദി സ്കാറ്ററർ, അല്ലെ കാർബൺ ബ്ലോക്ക്, ആൻഡ് റേഡിയേഷൻ വാസ് molybdenum K alpha X-ray റേഡിയേഷൻ. മോളിബ്ഡിനം ടാർഗറ്റായിട്ട് ഉപയോഗിച്ച് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റേ തന്നെ പല സ്പെക്ട്രം ലൈൻസ് ഉണ്ട്. കെ ആൽഫ, കെ ബീറ്റ എന്നൊക്കെ പറയുന്ന ഈ ബാമർ സീരീസ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലോട്ട് ഇന്നർ ഷെല്ലിലേക്കുള്ള ട്രാൻസിഷൻ കൊണ്ടാണ് ഹെവി എലമെൻസിൻ്റെ ഇന്നർ ഇലക്ട്രോണിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എക്സ്റേസ് പുറത്തു വരുന്നത്. അപ്പോൾ അത് വളരെ എനർജറ്റിക്കും ഫ്രീക്വൻസി കൂടിയതുമാണ്. അപ്പം മോളിബ്ഡിനത്തിൻ്റെ കെ ആൽഫ റേഡിയേഷനാണ് കോംപ്ടൺ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ഉപയോഗിച്ചത് ഇൻസിഡൻറ്റ് റേഡിയേഷനായിട്ട്. പിന്നെ സ്കാറ്ററായിട്ട് ഉപയോഗിച്ചത് ഗ്രാഫൈറ്റ് അല്ലെ കാർബൺ. അതൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് ദി എനർജി ഇക്വേഷൻ ഓഫ് കോംപ്ടൺ സ്കാറ്ററിങ്. നമ്മളത് വെച്ച് പ്രോബ്ലം എന്നൊക്കെ ചെയ്യണം. ഇതാ എച്ച് ന്യൂ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഈക്വൽസ് എച്ച് ന്യൂ ഡാഷ് പ്ലസ് എം മൈനസ് എം സീറോ ഇൻറ്റു സി സ്ക്വയർ. എച്ച് ന്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ എനർജി. ഇത് റീകോയിൽ ഇലക്ട്രോണിൻ്റെ എനർജി, കൈനറ്റിക് എനർജി. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ടോട്ടൽ ഇനിഷ്യൽ എനർജി ഇലക്ട്രോൺ അറ്റ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എനർജി എം സീറോ സി സ്ക്വയർ. ഇൻസിഡൻറ്റ് എനർജി എച്ച് ന്യൂ, അത് തന്നെ ആയിരിക്കണമല്ലോ ടോട്ടൽ ഫൈനൽ എനർജി. ടോട്ടൽ ഫൈനൽ എനർജി എച്ച് ന്യൂ ഡാഷ് പ്ലസ് എം സി സ്ക്വയർ. റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് അനുസരിച്ച് മാസ് കൂടും. അപ്പോൾ പുതിയ എനർജി എം സി സ്ക്വയറാണ്. ഇനീഷ്യൽ റെസ്റ്റ് എനർജി എം സീറോ സി സ്ക്വയർ. അപ്പോൾ പുതുതായിട്ട് ഗെയിൻ ചെയ്ത എനർജി, കൈനറ്റിക് എനർജി ഇലക്ട്രോണിൻ്റെ എം മൈനസ് എം സീറോ ഇൻറ്റു സി സ്ക്വയർ. സോ ദിസ് ഈസ് ദി എനർജി ഇക്വേഷൻ. ഇത് നമ്മൾ ആ കോംപ്ടൺ ഷിഫ്റ്റിൻ്റെ ഡെറിവേഷനകത്ത് ഉപയോഗിച്ച ഒരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് കോംപ്ടൺ വേവ് ലെങ്ത്? വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? കോംപ്ടൺ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കോംപ്ടൺ ഷിഫ്റ്റ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ അല്ലെ ഡെൽറ്റ ലാംഡ ചേഞ്ച് ഇൻ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സീറോ സി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് സ്കാറ്ററിങ് ഓഫ് ദി സ്കാറ്റേർഡ് റേഡിയേഷൻ. ഈ എച്ച് ബൈ എം സീറോ സിക്ക് പറയുന്ന പേരാ കോംപ്ടൺ വേവ് ലെങ്ത്, എച്ച് ബൈ എം സീറോ സി. ഈ എം സീറോ സി എന്ന് പറഞ്ഞാൽ എം സീറോ സി സ്ക്വയർ ബൈ സിയാണ്. എം സീറോ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജിയാണ് എം സീറോ സി സ്ക്വയർ. അപ്പോൾ ദാറ്റ് ബൈ സി എം സീറോ, അപ്പോൾ എം സീറോ സി ബൈ സി, എം സീറോ സി എന്ന് പറഞ്ഞാൽ എം സീറോ സി സ്ക്വയർ എനർജിയുള്ള ഫോട്ടോണിൻ്റെ മൊമെൻറ്റമാണ്. അപ്പോൾ ചുരുക്കത്തിൽ എച്ച് ബൈ പി, ഇത് എച്ച് ബൈ പി ആണ്. അപ്പോൾ ഇത് ഡീബ്രോഫ് വേവ് ലെങ്താണ്. അപ്പോൾ ചുരുക്കത്തിൽ എം സീറോ സി സ്ക്വയർ എനർജി, എം സീറോ സി സ്ക്വയർ, ഇത് സി ആയത്, ഇത് മൊമെൻറ്റമാണ്. സി എം സീറോ സി എന്ന് പറഞ്ഞാൽ എം സീറോ സി സ്ക്വയർ ബൈ സി ആണ്. അപ്പോൾ എം സീറോ സി സ്ക്വയർ, ഒരു ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജി എത്രയാണോ അത്രയും എനർജിയുള്ള ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത് എത്രയാണോ അത് തന്നെയാണ് കോംപ്ടൺ
വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇറ്റ് കറസ്പോണ്ട്സ് ടു, ഈ ഫോർമുല എഴുതി കൊടുക്കുക. അതിനുശേഷം ഇറ്റ് കറസ്പോണ്ട്സ് ടു ദി വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ വിത്ത് എനർജി ഈക്വൽ ടു ദി റെസ്റ്റ് എനർജി m0c² ഓഫ് ദി ഇലക്ട്രോൺ. Question number 6. Calculate the Compton wavelength of a proton of rest mass 938 million electron volt. ഈ റെസ്റ്റ് മാസ് എനർജി പറയുന്നു ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റിക്ക് ശേഷം റെസ്റ്റ് മാസ് എനർജി പറയാം. m0c² ആയി പറയുന്നത് 938 മില്യൺ MeV എനർജിയുള്ള റെസ്റ്റ് എനർജിയുള്ള ഒരു പ്രോട്ടോണിൻ്റെ കോംപ്റ്റൺ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണല്ലോ, h/m0c. ഇവിടെ ഇപ്പോൾ m0c പ്രോട്ടോണിൻ്റെ കാണത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കോംപ്റ്റൺ വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് കോംപ്റ്റൺ വേവ് ലെങ്ത് ഈക്വൽസ് h/m0c. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് റെസ്റ്റ് മാസ് ഓഫ് പ്രോട്ടോൺ. റെസ്റ്റ് മാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ MeVയിലൊക്കെ തന്നിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് m0c². ദറ്റ് ഈസ് ഗിവൺ ടു ബി 938 MeV. ദറ്റ് ഈസ് 938. അപ്പോൾ അവിടുന്ന് m0c കാണാം, ഇതിനെ അങ്ങ് c കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ m0c ഈക്വൽസ് 938 × 10⁻⁶. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലായി ഇൻറ്റു 1.6 × 10⁻⁻⁹. അപ്പോൾ ഇത് ജൂളിലായി. അപ്പോൾ m0c² ജൂളാക്കി. ഡിവൈഡഡ് ബൈ c 3 × 10⁸. It is 5 × 10⁻⁻19. ഇത് മൊമെൻറ്റമാണ് m0c. ഇത്രയും kg/m/s. എങ്കിൽ കോംപ്റ്റൺ വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് h/m0c. 6.6 × 10⁻⁻34 by 5 × 10⁻⁻19, or that is 1.35 × 10⁻15 meter. അല്ലെ വേണമെങ്കിൽ ആങ്സ്ട്രം യൂണിറ്റ് ആക്കാം. ദാറ്റ് ഡിവൈഡഡ് ബൈ 10⁻10 or 1.35 × 10⁻5 angstrom unit. This is the answer. Okay. Next one. Give the graphical picture of Compton shift for scattering angles 0 degree, 45 degree and 90 degree. കോംപ്റ്റൺ ഷിഫ്റ്റിനുള്ള ഫോർമുല ഏതാണെന്നല്ലോ, ഡെൽറ്റ ലാംഡ ഈക്വൽസ് h/m0c × 1 - cos θ. തീറ്റ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ആംഗിളാണ്. ആദ്യം 0 ഡിഗ്രി ആകുമ്പം cos 0 1. സോ ഡെൽറ്റ ലാംഡ ഈസ് 1 - 1 ഇവിടെ വരുന്നുണ്ട്. ഡെൽറ്റ ലാംഡ ഈസ് 0. നോ കോംപ്റ്റൺ ഷിഫ്റ്റ്. തീറ്റ 90 വരുമ്പോൾ കോംപ്റ്റൺ ഷിഫ്റ്റ് ഈസ് ഡെൽറ്റ ലാംഡ ഈസ് h/m0c × 1 - cos 90, that is 0, or h/m0c. 45 ഡിഗ്രി. ഈ വാല്യൂസ് നമ്മൾ അറിയണ്ട, ഞാനിത് ചർച്ച ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ എല്ലാ ഗ്രാഫും ഒന്നും ചോദിക്കണമെന്നില്ല. ഏതെങ്കിലും ചുമ്മാ വെറുതെ ജനറലായിട്ട് വായിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ അതൊരു കുറച്ച് പർട്ടിക്കുലർ ആംഗിൾ തന്നിട്ട് നിങ്ങൾ വാല്യൂസ് ഒന്നും ഇടേണ്ട കാര്യമില്ല. തരുന്ന ആംഗിളിൻ്റെ സെൻസ് വെച്ചങ്ങ് വരച്ചോണ്ടാൽ മതി. തീറ്റ 0 ആയിരിക്കുമ്പോൾ ഡെൽറ്റ ലാംഡ 0 അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത്ത് അതുപോലെ പുറത്ത് വരിക. സ്കാറ്ററിങ് നടക്കുന്നില്ല, നേരെ വന്ന വഴിയേ ഇനി പോരുക. തീറ്റ 0 എന്ന് പറയുമ്പോൾ ഇൻസിഡൻറ്റ് ഡയറക്ഷനിൽ തന്നെ ഫൈനൽ റേയും വരിക. തട്ടിത്തെറിക്കുന്നില്ല, അതിനടുത്തൊടിഞ്ഞ് പോരുക. ഇലക്ട്രോണിൻ്റെ പരിസരത്തൊടിഞ്ഞ് പോരുന്നതേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത്ത് ലാംഡ, എക്സ് ആക്സിസിൽ കൂടി ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് ലാംഡ ആങ്സ്ട്രം യൂണിറ്റിൽ, വൈ ആക്സിസിൽ കൂടി ഇൻറ്റൻസിറ്റി ഓഫ് ദി സ്കാറ്റേർഡ് റേഡിയേഷൻ. ഇവിടെ ഡെൽറ്റ ലാംഡ. അപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് ലാംഡ, അതിന് മാക്സിമം കിട്ടും. ഒരു പീക്ക് വാല്യൂ ഉള്ളൂ, മോഡിഫൈഡ് ലൈനൊന്നുമില്ല. ഡെൽറ്റ ലാംഡ 0
അപ്പോൾ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് അതുപോലെ ഇനി പുറത്ത് വരുന്നതിന് അർത്ഥമുള്ളൂ. ദിസ് ഈസ് ദി ഫസ്റ്റ് ഗ്രാഫ്. തീറ്റ 45 ഡിഗ്രി ആകുമ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ ഒരു പീക്ക് കാണിക്കും. ഇതും പുറത്ത് വരുന്നുണ്ട്. അതിനൊക്കെ കൂടിയ ഒരു വേവിലും കൂടെ പുറത്ത് വരും. ലാംഡ ഡാഷ്. ഈ ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഡെൽറ്റ ലാംഡ. ദറ്റ് ഈസ് h/m0c × 1 മൈനസ് cos 45. അപ്പോൾ ഈ രണ്ട് പീക്ക് ഇങ്ങനെ വരും. ഇത് തീറ്റ 90 ഡിഗ്രി. അപ്പോൾ ഈ ഡെൽറ്റ ലാംഡ കുറേ കൂടെ കൂടും. ഓക്കെ. ലാംഡ ഈസ് ദി ഇൻസിഡൻറ്റ് വേവ് ലെങ്ത്, അൺമോഡിഫൈഡ് ലൈൻ വേവ് ലെങ്ത്. ദിസ് ഈസ് ദി മോഡിഫൈഡ് വേവ് ലെങ്ത്. അത് മോഡിഫൈഡ് വേവ് ലെങ്ത് ഇവിടെ ഇല്ല. തീറ്റ 0 ആകുമ്പോൾ ബാക്കി എല്ലാ ആംഗിളിലും വരും. അതത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 8. A photon is Compton scattered by an electron through an angle of 90 degree. Find the energy of the scattered photon for incident photon energy of 10 million electron volt. കോംപ്റ്റൺ ഫോർമുല ഇതാണല്ലോ. ഡെൽറ്റ ലാംഡ അല്ല, ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഈക്വൽസ് h/m0c × 1 മൈനസ് കോസ് തീറ്റ. ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ടൈം അങ്ങ് 0 ആകും. സോ ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഈക്വൽസ് h/m0c. ലാംഡ ഡാഷ് സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ വേവ് ലെങ്താണ്. അത് c/nu ഡാഷ്. velocity by frequency c/nu dash minus c/nu equals h/m0c. ഇക്വേഷൻ c കൊണ്ട് മൊത്തം അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/nu dash ഈക്വൽസ്, എന്നിട്ട് ഇത് ഈ സൈഡിലോട്ട് മാറ്റുക. 1/nu പ്ലസ് h/m0c² എന്ന് വരും. h കൊണ്ട് മൊത്തം ഡിനോമിനേറ്ററിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/hnu dash ഈക്വൽസ് 1/hnu പ്ലസ് ഈ എച്ച് അങ്ങ് ക്യാൻസൽ ചെയ്യും. 1/m0c². ഇത് hnu ഡാഷ് സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ എനർജിയാണ്. ഇത് ജൂളിലാണ്. ഇത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജിയാണ്, ജൂളിലാണ്. ഇത് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് എനർജിയാണ്, ജൂളിലാണ്. അപ്പോൾ ഇത് ഇലക്ട്രോൺ വോൾട്ടാക്കുക. ഇതിനെല്ലാം ഈ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, ഇലക്ട്രോൺ ചാർജ് നമ്പർ കൊണ്ട്. കാരണം ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിലല്ല തന്നിരിക്കുന്നത്. അപ്പോൾ hnu ഡാഷ് ബൈ ഇ ഈക്വൽസ് hnu/e പ്ലസ് 1/m0c²/e. ഓക്കെ, ഇത് ആദ്യം ഇതങ്ങ് കമ്പ്യൂട്ട് ചെയ്യണം. m0c² e എന്ന് പറഞ്ഞാൽ 9 മാസ് ഓഫ് റെസ്റ്റ് മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 ഇൻറ്റു c². ലൈറ്റിൻ്റെ 3 × 10⁸ സ്ക്വയർ. അപ്പം 9 × 10⁻16 ബൈ ഇലക്ട്രോൺ ചാർജ് നമ്പർ 1.6 × 10⁻19. ഇതിപ്പോൾ 0.512 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. 10⁻6 ഈസ് മില്യൺ. സോ 0.512 MeV. ഇനി ഇത് എടുത്ത് നമ്മുടെ ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിപ്പോൾ 1/e ഡാഷ് സ്കാറ്റേർഡ് റേയുടെ ഫോട്ടോണിൻ്റെ എനർജി, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി. ഇപ്പോൾ 1/e ഡാഷ് ഈക്വൽസ് 1/e പ്ലസ് 1/, ഇപ്പോൾ കിട്ടിയത് ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അപ്പോൾ 1/e ഡാഷ് ഈക്വൽസ് 1/e പ്ലസ് 1/, ഇപ്പോൾ കിട്ടിയത് 1/e തന്നിട്ടുണ്ട്. 0.511 ഇൻസിഡൻറ്റ് ഫോട്ടോൺ എനർജി എന്ന് ചോദിക്കുക. അത്ര MeV, അതുകൊണ്ടാണ് ഇത് MeV ആക്കിയത്. പ്ലസ് 1/0.512. ദിസ് ഈസ് 3.92. Therefore E dash equals the reciprocal 1/3.92. That is 0.255 MeV എന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. നമ്മൾ വേണ്ടതെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, പോസ്റ്റിങ്ങിൽ. Why only short wavelength X-rays and gamma rays exhibit Compton effect? Compton effect
വിസിബിൾ ലൈറ്റൊന്നും കോംപ്റ്റൺ എഫക്റ്റ് കാണിക്കുകയില്ല. വേവ് ലെങ്ത് വളരെ കുറഞ്ഞ വേവ് ലെങ്ത് വളരെ കുറഞ്ഞ എക്സ്റേസ്, ഗാമ റേസ് ഇതൊക്കെ കോംപ്റ്റൺ എഫക്റ്റ് കാണിക്കുള്ളൂ. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കാരണം അതൊക്കെ തിയറി ഉണ്ട് അതിനൊക്കെ. നമുക്കിപ്പോൾ ഇതിൻ്റെ സെൻസ് മാത്രം അറിഞ്ഞാൽ മതി. കോംപ്റ്റൺ സ്കാറ്ററിങ് നടക്കണമെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്തിനേക്കാൾ കുറഞ്ഞിരിക്കണം സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾ ഇടപഴകുന്ന വോളിയം, ആ റീജിയൺ ഓഫ് സ്പേസ്. അപ്പോൾ എക്സ്റേയുടെ ഗാമാറയുടെ ഇപ്പോൾ ഇലക്ട്രോൺ ആറ്റത്തിലിരിക്കുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ആണ് അത് ഇടപഴകുന്ന വോളിയം, റീജിയൻ. ആ ഓർഡറിൽ വരുന്ന വേവ് ലെങ്ത് ഹാർഡ് എക്സ്റേസിനും ഗാമാ റേസിനും ഒക്കെ ഉള്ളൂ. വിസിബിൾ ലൈറ്റ് വളരെ കൂടുതലാണ് അതിനൊക്കെ വേവ് ലെങ്ത്. അതുകൊണ്ടാണ് ഇതാണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ must be smaller than the size of the region in which the scattering particle is effectively located. For an electron in an atom, this condition is satisfied only by X-rays of short wavelength and gamma rays. That is the answer. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.